ഗൈസ് പുറത്ത് നല്ല മഴയ പാറുന്നുണ്ട്. സമയം നോക്കിയപ്പോൾ എത്ര മണിയായിരുന്നു? ഒരു 7:45 അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് അമ്പലം വരെ പോവാം. ഓക്കെ, പിള്ളേരെല്ലാം ഉണ്ട്. നമുക്കെല്ലാവർക്കും അമ്പലത്തിൽ പോവാം. ഹായ് ഗൈസ്, ഇവിടെ നല്ല സ്കിഡിലും മഴ. ഇന്നത്തെ ഞാൻ അമ്പലത്തിൽ പോകാൻ മഴ കാണിച്ചത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ മഴയൊന്നും കാര്യമാക്കരുത്, നമുക്ക് മനസ്സിലാവും. കറക്റ്റ് വായിച്ചിട്ടില്ല. ഞാൻ മഴ ഉണ്ടാവില്ല എന്നറിയില്ല. ഞാൻ മാറ്റി തീരുമാനിച്ചു, ഇന്നത്തെ തീരുമാനിച്ചു ധാവണി ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് ധാവണി ഒന്ന് മാറ്റി വെക്കാം. മഴ അതെല്ലാം ഇടാൻ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേക്കപ്പെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ മേക്കപ്പെല്ലാം സെറ്റ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ മേക്കപ്പെല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് അത് കുറച്ച് അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമുക്കിനി അമ്പലത്തിൽ പോയാലോ? അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതിന് സമയമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പരളശ്ശേരി അമ്പലക്കുളം. അതിൻ്റെ അകത്ത് നിറച്ചും മീനാണ്. ഈ മീനെല്ലാം വന്ന് ഇങ്ങനെ കാലിങ്ങനെ കിക്കിളിയാക്കും. നല്ല രസം ഇങ്ങനെ കണ്ടാ. ഇത് ഫുള്ള് മീനുകളാണ്. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് കുറേ ഇഷ്ടം പോലെയുണ്ട്. കോയി ഫിഷെല്ലാം ഉണ്ട്. ഇതിങ്ങനെ കൊത്തി കാല് ഇടങ്ങാറാക്കുന്നതിന് ഭയങ്കര നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൻറ്റി വന്നിട്ട് കുറച്ച് ഫുഡെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ അയ്യോ ഒന്നും പറയണ്ട, മീനുകൾ സാഗരം ഇങ്ങനെ വാരി പൊത്താൻ തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് മീനുകൾ. കോയി ഫിഷെല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എല്ലാത്തിനും ഇങ്ങനെ ഞമ്മണ്ടി കളിക്കാൻ തോന്നും. പക്ഷേ അമ്പലക്കുള നമ്മളങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം നമ്മൾ പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒരു മിറർ സെൽഫി എല്ലാം എടുത്ത് നല്ല 2 ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തി എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മളെ പരളശ്ശേരി അമ്പലം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തെല്ലാം ഇറങ്ങി. അപ്പം ദൈവം എല്ലാവർക്കും പ്രസാദമെല്ലാം കൊടുക്കുന്നുണ്ട്, നേർച്ച കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുന്ന, അതായത് താഴത്തെ അമ്പലം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ളിങ്ങനെ കൈനോട്ടക്കാരെല്ലാം ഉണ്ടാകും. നമ്മൾ അവരെ വാഗ്ദാനങ്ങളിലൊന്നും വീഴരുത്, പൈസ പോകും. സത്യം പറഞ്ഞ അനുഭവം കൊണ്ടുവരും, പൈസ പോകും. പിന്നെ നമ്മളിതാ അങ്ങനെ നമ്മളെ അമ്പലത്തിലെത്തി. ഇതാണ് നമ്മളെ അമ്പലം. നല്ല രസം. ഈ അമ്പലം എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സൈലൻ്റാണ്. കണ്ട, ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടുന്ന് നല്ല ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും പാൽപ്പായസം കിട്ടും. അതെല്ലാം അങ്ങനെ ഫുൾ കുടിച്ച് കാലിയാക്കിന്. എന്താ വെച്ചാൽ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് അന്നം കിട്ടുമ്പോൾ ഒന്നും പറയണ്ട. അവിടെ നിന്ന് കൈയെല്ലാം കഴുകി നമ്മളങ്ങനെ പുറത്ത് ഇറങ്ങി തൊഴുത്ത് അതിൻ്റെ. അപ്പോൾ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ, ബൈ.